നമസ്കാരം. കാനഡയിൽ അധികാരം നിലനിർത്തി മാർക്ക് കാർണിയുടെ നേതൃത്വത്തിലുള്ള ലിബറൽ പാർട്ടി. ഒന്റാരിയോയിൽ ലിബറൽ പാർട്ടി നേതാവും നിലവിലെ പ്രധാനമന്ത്രിയുമായ മാർക്ക് കാർണി ഔദ്യോഗികമായി വിജയിച്ചു. കൺസർവേറ്റീവ് പാർട്ടി നേതാവ് പിയറി പോളിവിയർ പരാജയം അംഗീകരിക്കുകയും പ്രധാനമന്ത്രി മാർക്ക് കാർണിയെ അഭിനന്ദിക്കുകയും ചെയ്തു. പോരാട്ടം തുടരുന്നതിൽ അഭിമാനമെന്നും 20 സീറ്റുകളിൽ മികച്ച നേട്ടമുണ്ടായെന്നും 1988 ശേഷം ഏറ്റവും ഉയർന്ന വോട്ട് വിഹിതം ലഭിച്ചെന്നും പിയറി പോളിവിയർ പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാനഡയെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് വിജയം പ്രഖ്യാപിച്ച് മാർക്ക് കാർണി പ്രതികരിച്ചത്. ട്രംപ് വിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ മാർക്ക് കാർണിക്ക് സാധിച്ചതാണ് ലിബറലുകൾക്ക് തുണയായത്. 172 സീറ്റുകളാണ് ഭൂരിപക്ഷത്തിന് ആവശ്യമായിട്ടുള്ളത്. വ്യക്തമായ ഭൂരിപക്ഷം കിട്ടാത്ത പക്ഷം ചെറു പാർട്ടികളെ ചേർത്ത് സർക്കാർ രൂപീകരിക്കാനായിരിക്കും ലിബറൽ പാർട്ടി ശ്രമിക്കുകയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കാനഡയുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്തും പരിഹസിച്ചും ട്രംപ് നടത്തിയ ചില പ്രസ്താവനകളാണ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ പിന്നിലായിരുന്ന ലിബറൽ പാർട്ടിക്ക് മുന്നോട്ട് വരാൻ സഹായകമായത്. ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ച സമയത്ത് നടത്തിയ അഭിപ്രായ സർവേകളിൽ കൺസർവേറ്റീവ് പാർട്ടിക്ക് 74% ജനപ്രീതിയാണ് നേടാനായത്. അതിനിടെ മാർക്ക് കാർണിയെ അഭിനന്ദിച്ച് മുൻ US പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്ത് വന്നു. കാനഡയിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ലിബറൽ പാർട്ടിയെയും പ്രധാനമന്ത്രി മാർക്ക് കാർണിയെയും അഭിനന്ദിക്കുന്നു. അമേരിക്കൻ ജനതയും കാനഡിയൻ പൗരന്മാരും പരസ്പരം പങ്കിടുന്ന അടിസ്ഥാന മൂല്യങ്ങളും താൽപ്പര്യങ്ങളും പിന്തുണയ്ക്കുന്നതിൽ മാർക്ക് ഒരു കരുത്തുറ്റ നേതാവായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നും ജോ ബൈഡൻ എക്സിൽ കുറിച്ചു. ജസ്റ്റിൻ ട്രൂഡോയുടെ പിൻഗാമിയായി ചുമതലയേറ്റ് 2 ആഴ്ചയ്ക്കുള്ളിലാണ് മാർക്ക് കാർണി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ജനുവരിയിൽ ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചതിന് പിന്നാലെയായിരുന്നു മാർച്ച് 9 മാർക്ക് കാർണി പ്രധാനമന്ത്രിയെ അധികാരമേറ്റത്. 14 തന്നെ കാനഡയുടെ 24ാം പ്രധാനമന്ത്രിയായി മാർക്ക് കാർണി സത്യപ്രതിജ്ഞ ചെയ്തു. ഇതിന് പിന്നാലെ ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ നയങ്ങൾക്കെതിരെ ശക്തമായ നിലപാടാണ് കാർണി സ്വീകരിച്ചത്. മികച്ച സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ് മാർക്ക് കാർണി. സ്വകാര്യ മേഖലയിലാണ് 59കാരനായ കാർണി തന്റെ തൊഴിൽ ജീവിതം ആരംഭിച്ചത്. ഗോൾഡ്മാൻ സാച്ചിന്റെ ലണ്ടൻ, ടോക്കിയോ, ന്യൂയോർക്ക്, ടൊറന്റോ ഓഫീസുകളിൽ ഒരു ദശാബ്ദത്തിലേറെ ചെലവഴിച്ചു. തുടർന്ന് കാനഡയിലേക്ക് മടങ്ങി 2003 പൊതുസേവനത്തിൽ പ്രവേശിച്ചു. രാജ്യത്തിന്റെ പണനയത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ബാങ്ക് ഓഫ് കാനഡയുടെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായി. അടുത്ത വർഷം ധനകാര്യത്തിൽ മുതിർന്ന അസോസിയേറ്റ് ഡെപ്യൂട്ടി മന്ത്രിയായി. ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലഘട്ടമായ 2008 മുതൽ 2013 വരെ ബാങ്ക് ഓഫ് കാനഡയുടെ ഗവർണറായി കാർണി സേവനമനുഷ്ഠിച്ചു. തുടർന്ന് അദ്ദേഹം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് നടത്തി. 2013 മുതൽ 2020 വരെ അങ്ങനെ നിയമിക്കപ്പെട്ട ആദ്യത്തെ ബ്രിട്ടീഷുകാരനല്ലാത്ത വ്യക്തിയായി. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് വിട്ടതിനു ശേഷം കാലാവസ്ഥാ നടപടികളിലും ധനകാര്യത്തിലും ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക പ്രതിനിധിയായും കാർണി പ്രവർത്തിച്ചിരുന്നു.